മത്സര പരീക്ഷകൾക്ക് വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റിവിഷൻ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. LGSന് സെക്രട്ടേറിയറ്റ് വഴിക്ക് ആ നിലവാരത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തൊരു ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ √625/11 ഇൻറ്റു 14/25 ഇൻറ്റു 11/√196. ഇനി നമ്മൾ റൂട്ട് കാണാൻ വേണ്ടി ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 25ൻ്റെ സ്ക്വയറാണോ 625 എന്ന് നോക്കാനൊരു എളുപ്പ വഴി. അതായത് 5ൻ്റെ സ്ക്വയർ എഴുതുക ആദ്യം 25, പിന്നെ 2ൻ്റെ സ്ക്വയർ എഴുതുക 4, പിന്നെ ഇത് 3ഉം കൂടി ഇൻറ്റു ചെയ്ത് ഒറ്റയുടെ സ്ഥാനം ഇട്ടിട്ട് എഴുതുക 2 × 5 × 2, അതായത് 10 2 20. ഒറ്റയുടെ സ്ഥാനം ഇട്ട് എഴുതിയിട്ട് കൂട്ടി നോക്കിയാൽ മതി 625. അതുപോലെ 196ൻ്റെ റൂട്ട് 14ൻ്റെ ആണെന്ന് നോക്കാമല്ലോ നമുക്ക്. 4ൻ്റെ 16, 1ൻ്റെ 1, ഇനി ഇത് 3 കൂടെ ഗുണിക്കുക 4 2 8 1 8. ഒറ്റയുടെ സ്ഥാനം ഇട്ടിട്ട് എഴുതുക, കൂട്ടുക 196. അപ്പോൾ √196 എത്രയാണെന്ന് മനസ്സിലായി. √625 625ൻ്റെ സ്ക്വയർ ആണല്ലോ. അപ്പോൾ 25/11 ഗുണം 14/25 ഗുണം 11/14ൻ്റെ സ്ക്വയർ ആണല്ലോ 196. അപ്പോൾ √196 എന്ന് പറയുന്നത് 14. ഇവിടെ ഇതെല്ലാം കട്ടായിട്ട് 1 വരും. എല്ലാം 14 14 കൂടെ കട്ടാകും, 11 11 കൂടെ കട്ടാകും, 25 25 കൂടെ കട്ടാകും. എന്നിട്ട് 1 വരും ഉത്തരം 1. അതായത് 625 എന്ന് പറയുന്നത് 25ൻ്റെ സ്ക്വയർ ആയിട്ട് 25/11 ഇവിടെ ഉണ്ടായിരുന്നു ഗുണം 14/25 അത് ഇവിടെ ഉണ്ട് ഗുണം 11/√196 എന്ന് പറയുന്നത് 14. അതായത് ഇതെല്ലാം കട്ടായിട്ട് നമുക്ക് ആൻസർ എത്ര വരും? 1 വരും. 1 1 3 5 7 എക്സെട്ര എന്ന ശ്രേണിയിലെ 50 പദങ്ങളുടെ തുക കാണുക. ഇതിങ്ങനെ AP ആയിട്ട് എടുത്ത് അങ്ങനെയൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഇത് ഒറ്റ സംഖ്യകളുടെ ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. n ഒറ്റ സംഖ്യകൾ ഇവിടെ 1 3 5 7 എക്സെട്ര അങ്ങനെ n ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല n². ഇവിടെ എത്ര പദങ്ങളുടെ ചോദിച്ചിരുന്നു? ഇവിടെ n എന്ന് പറയുന്നത് എത്രയാണ്? 50. 50 പറഞ്ഞെങ്കിൽ 50, 100 പറഞ്ഞെങ്കിൽ 100. അതായത് n². n ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല n². അതായത് ഇവിടെ 50 ആണ്, 50 പദങ്ങളാണ്. അതായത് 50². അതായത് 50ൻ്റെ സ്ക്വയർ 5 5 25, ഒരു 0ൻ്റെ 2 0 വരും, 2500 വരും. അതായത് 1 3 5 7 എക്സെട്ര ഇവിടെ 50 പദങ്ങളുടെ തുകയാണ്. ഇത് ഒറ്റ സംഖ്യകളാണ്. ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ 1 3 5 7 എക്സെട്ര n ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല n² ആണ്. അതായത് 1 3 5 7 എന്ന ശ്രേണിയിലെ 25 പദങ്ങളുടെ തുക കാണാനാണ് പറഞ്ഞെങ്കിൽ 25². 100 പദങ്ങളുടെ 1 3 5 7 എക്സെട്ര 100 പദങ്ങളുടെ തുക കാണാനാണ് പറഞ്ഞെങ്കിൽ 100². അത് ആ ഫോർമുല ഓർത്തിരുന്നാൽ മതി. ശ്രേണിയിലെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. അതായത് ഇതിൻ്റെ വ്യത്യാസം നോക്കുക. വ്യത്യാസം നോക്കിയിട്ട് അത് തമ്മിലൊരു ബന്ധവും കാണുന്നില്ല. ഈ സംഖ്യാശ്രേണിയിലെ കണക്കുകൾ കുറേ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കും എങ്ങനെയാണെന്ന്, അതിൻ്റെ പ്രത്യേകത എന്തുവാന്ന് മനസ്സിലാക്കുക. ഇവിടെ 2³ മൈനസ് 2², അതായത് 8 - 4, അതിൻ്റെ ഉത്തരം എത്ര? 4. ഇവിടെ 3³ മൈനസ് 3², അതായത് 27 - 9 പോകെ എത്ര നമുക്ക് വരുക? 18. അടുത്തത് 4³ മൈനസ് 4², അതായത് 64 നിന്ന് 16 പോകെ 48 വരും. ഇനി അടുത്ത ടൈം അപ്പോൾ എന്ത് വരും? 5³ മൈനസ് 5², അതായത് 125 മൈനസ് 25, അതായത് 100 വരും. ഓപ്ഷൻ C ആണ് ഉത്തരം. അതായത് ഒന്നും കൂടെ പറയാം. ഇവിടെ നമ്മൾ ഈ പാറ്റേണിൻ്റെ പ്രത്യേകത എന്തുവാന്ന് നോക്കുക. ഇവിടെ ഡിഫറൻസ് ആണോ അല്ലെങ്കിൽ എന്തിൻ്റെയും മൾട്ടിപ്പിൾ ആണോ എന്താന്ന് നോക്കുക. അല്ല ഒറ്റ സംഖ്യകൾ കൂട്ടി കൂട്ടി എഴുതിയേക്കുന്നതാണോ, ഇങ്ങനെയൊക്കെ നോക്കുക. ഇവിടെ അങ്ങനെയൊന്നും ഒരു പ്രത്യേകത കാണുന്നില്ല. ഇവിടെ
ആദ്യത്തേത് 2 ക്യൂബ് മൈനസ് 2 സ്ക്വയർ, അതായത് 8ൽ നിന്ന് 4 പോകുന്നത് നമുക്ക് 4. അടുത്തത് 3 ക്യൂബ്, ഇങ്ങനെ ഒരു ശ്രേണിയാണ് ഈ കാണുന്നത്. 3 സ്ക്വയർ, അതായത് 27ൽ നിന്ന് 9 പോകെ, അതായത് 18. അടുത്തത് 4 ക്യൂബ് മൈനസ് 4 സ്ക്വയർ, അതായത് 64ൽ നിന്ന് 16 പോകെ 48. 64ൽ നിന്ന് 16 പോകെ 48. അപ്പോൾ അടുത്ത ശ്രേണിയിലെ അടുത്ത സംഖ്യ ആ പാറ്റേണിൽ തന്നെ വരണമല്ലോ. 5 ക്യൂബ് മൈനസ് 5 സ്ക്വയർ, അതായത് 125ൽ നിന്ന് 25 പോകെ 100. അപ്പോൾ ഇവിടെ എത്ര വരിക ഉത്തരം? വിട്ടുപോയെടുത്ത് 100. ഓപ്ഷൻ സി 100 വരിക. ഇനി ഇവിടെ ചതുരാകൃതിയിലുള്ള ഒരു തകര ഷീറ്റിൻ്റെ നീളവും വീതിയും തന്നിട്ടുണ്ട്. 12.5 മീറ്റർ നീളവും 10.2/3 മീറ്റർ വീതിയുമാണെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ ചുറ്റളവ് എത്ര? അതായത് ചതുരാകൃതിയിലുള്ള ഷീറ്റ്, അതിൻ്റെ നീളം ലെങ്ത് 12.5 മീറ്റർ, വീതി 10.2/3 മീറ്റർ. അതായത് നമുക്ക് ചുറ്റളവ് കാണാനുള്ള ഫോർമുല 2 × L + B, നീളവും വീതി എല്ലും ബിയും. 2 × L എത്രയാണ്? 12 പ്ലസ് ബ്രെഡ്ത്ത് എത്രയാണ്? 10.2/3. ഇനി ഈ മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നമാക്കി മാറ്റണം. അതായത് 2 ഗുണം ഇത് രണ്ടും കൂടി 12 2 24 പ്ലസ് 1 25/2 പ്ലസ് 10 3 30 പ്ലസ് 2 32/3. അതായത് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഛേദം രണ്ടും കൂടെ ഗുണിച്ചാൽ മതി. 25 ഗുണം 3 പ്ലസ് 32 ഗുണം 2/6. ഇത് പൊതുഘടകങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ചുമ്മാ LCM 2 3ന്റെ LCM 2 ഗുണം 3. അപ്പം 3ന്റെ 5ന്റെ LCM 3 ഗുണം 5. പൊതുഘടകങ്ങൾ ഒന്നല്ലാതെ വേറൊന്നും ഇല്ലെങ്കിൽ ചുമ്മാ ഗുണിച്ചാൽ മതി. 2 ഗുണം 75 പ്ലസ് 64/6. 75 പ്ലസ് 64. 2 ഗുണം 139/6. അതായത് 2 3 139നെ 3 വെച്ച് ഹരിക്കുക. 139നെ 3 വെച്ച് ഹരിക്കുക. 4 12 ശിഷ്ടം 6 18 ശിഷ്ടം 1. അതായത് ഈ 139നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം വന്നത് ആദ്യം എഴുതുക. 46. എത്ര ശിഷ്ടം വന്നു അത് മുകളിൽ എഴുതുക. 1 എത്ര കൊണ്ട് ഹരിച്ചപ്പോൾ 3. അതായത് ഒന്നാമത്തെ ഓപ്ഷനാണ് ശരി ഉത്തരം. 46 3ൽ 1. അതൊരിക്കൽ കൂടി പറയാം. ഇവിടെ ചതുര ഷീറ്റിന്റെ നീളവും വീതിയും തന്നിട്ടുണ്ട്. ലെങ്ത് 12.5 മീറ്റർ, ബ്രെഡ്ത്ത് 10.2/3. അതായത് പെരിമീറ്റർ ചുറ്റളവ് കാണാൻ 2 × L + B, അതായത് 2 × ലെങ്ത് എന്ന് പറയുന്നത് 12 പ്ലസ് ബ്രെഡ്ത്ത് 10.2/3 സമം. ഈ മിശ്രഭിന്നത്തെ വിഷമഭിന്നമാക്കാൻ ഇത് രണ്ടും കൂടെ ഗുണിച്ചത് കൂട്ടുക. 12 ഗുണം 2 പ്ലസ് 1/2. ഇവിടെ 2 ഉണ്ട് വെളിയിൽ. 2 പ്ലസ് 10 ഗുണം 3 പ്ലസ് 2/3. അതായത് 2 ഗുണം 2 24 1 25/2 പ്ലസ് 10 3 32 32/3. അതായത് ഇവിടെ 2 ഗുണം ഇവിടെ ഇത് LC എത്ര വരും? 6. ഇതങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഗുണിച്ചാൽ മതി. അതായത് 25 ഗുണം 3 പ്ലസ് 32 ഗുണം 2/6. അതായത് 2 ഗുണം 25 3 75 പ്ലസ് 64/6. അതായത് ഈ 2 6 കട്ട് ചെയ്യുമ്പോൾ 3 വരും. 139/3 എന്ന് വരും. 139നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 46 കഴിഞ്ഞിട്ട് ശിഷ്ടം 1 വരും. അതായത് പൂർണ്ണസംഖ്യ ഹരണഫലം ആദ്യം എഴുതുക. 46 ശിഷ്ടം എത്ര വന്നു? 1 എത്ര കൊണ്ട് ഹരിച്ചപ്പോൾ 3.
46 1/3 മീറ്റർ. അതാണ് ഉത്തരം. രാഹുലിന് ആകെ ചെലവായ പൈസയാണ് കോസ്റ്റ് പ്രൈസ്, വാങ്ങിയ വില. അതായത് 2500 രൂപയ്ക്ക് വാങ്ങിയിട്ട് 1000 രൂപ മെയിൻ്റനൻസും ചിലവാക്കി. അതായത് അയാൾക്ക് ആകെ എത്ര രൂപ ചിലവായി? 3500 രൂപ ചിലവായി. ഇനി സെല്ലിംഗ് പ്രൈസ് ആകെ എത്ര രൂപയ്ക്കാണ് വിറ്റത്? 3850 രൂപയ്ക്ക് വിറ്റു. അപ്പം 3850 നിന്ന് 3500 കുറച്ചാൽ അയാൾക്ക് കിട്ടിയ ലാഭം കിട്ടും. അതായത് 350 രൂപ ലാഭം കിട്ടി. അതായത് ലാഭശതമാനം കാണാൻ എന്ത് ചെയ്താൽ മതി? ലാഭശതമാനം സമം ലാഭം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ലാഭം എത്രയായിരുന്നു കിട്ടിയത്? 350 ഡിവൈഡഡ് ബൈ 3500 ഗുണം 100. അതായത് 10%. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഒരിക്കൽ കൂടി പറയാം. ഇവിടെ രാഹുല് 2500 രൂപയ്ക്ക് ഒരു പഴയ TV വാങ്ങി. 2500 രൂപയ്ക്ക്. എന്നിട്ട് മെയിൻ്റനൻസിന് എത്ര ചിലവായി? മൊത്തം ചിലവായ പൈസയാണ് അവിടെ കോസ്റ്റ് പ്രൈസ് ആയിട്ട് കൂട്ടുക. 3500 കോസ്റ്റ് പ്രൈസ്. ഇനി എത്ര രൂപയ്ക്ക് അയാൾ വിറ്റത്? 3850 രൂപയ്ക്ക്. അപ്പോൾ ലാഭമാണ് കിട്ടിയത്, കൂടുതലല്ലേ കിട്ടിയത്. 3850 നിന്ന് 3500 കുറച്ചാൽ എത്ര രൂപ ലാഭം കിട്ടിയെന്നാണ്. അതായത് 350 രൂപ. അവരിൽ ചെറുത് കുറച്ചാൽ മതി. ലാഭശതമാനം കാണാൻ എന്ത് ചെയ്താൽ മതി? ഒരു ഫോർമുല ഉണ്ട്. ലാഭം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. നഷ്ടശതമാനം നഷ്ടം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. അതായത് എത്ര രൂപ ലാഭം കിട്ടിയ? 350 ഡിവൈഡഡ് ബൈ ആകെ ചെലവ് എത്ര ആയ? 3500 ഗുണം 100. ഇത് കട്ട് ചെയ്ത് പോകും. ഉത്തരം 10% ഉത്തരം. ലാഭശതമാനം ലാഭം ഡിവൈഡഡ് ബൈ എപ്പോഴും കോസ്റ്റ് പ്രൈസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലാഭശതമാനമായാലും നഷ്ടശതമാനമായാലും കാണും. ഇതാണ് ഡോർ. 2 മീറ്റർ നീളവും 1 മീറ്റർ വീതി. ഇത് ചുവര് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം കുറയ്ക്കണം. അതായത് ഡോറിൻ്റെ ഭാഗം ചുവര് മാത്രമാണ് ചോദിച്ചേക്കുന്നത്. നീളവും വീതി 5. അതായത് ഇത് ആകെ ഉള്ളതിൽ നിന്ന് ഈ ഡോറിൻ്റെ ഭാഗം കുറയ്ക്കണം. ചുവര് മാത്രമാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഇതെന്ന് പറയുന്നത് 23.375 വരും. ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ -2. അതായത് 23.375 നിന്ന് 2 എന്ന് പറഞ്ഞാൽ 2.000. അതായത് എത്ര വരും? 21.375. അപ്പോൾ ഇത്രയും ചതുരശ്ര മീറ്ററിൻ്റെ ഇത് അന്ന് കാണണ്ട. നമുക്ക് ഇത്രയും മീറ്റർ സ്ക്വയറാണ് നമുക്ക് പെയിൻറ് ചെയ്യേണ്ട ഭാഗം. അതായത് ചതുരശ്ര മീറ്ററിന് 1 ചതുരശ്ര മീറ്ററിന് 24 രൂപ നിരക്കിലാണ്. അപ്പോൾ ഇതിൻ്റെ 1 ചതുരശ്ര മീറ്ററിൻ്റെ നിരക്ക് എത്രയാണ്? 24 രൂപ. അങ്ങനെയാണെങ്കിൽ 21.375 ചതുരശ്ര മീറ്ററിൻ്റെ കാണാൻ അതിനെ 24 വെച്ച് ഗുണിച്ചാൽ മതി. അതായത് 513 വരും ഉത്തരം. 513. ഇതൊക്കെ കൂടി പറയാം. ആകൃതിയിലുള്ള ഒരു ചുമര്. ഇവിടെ ഡോറിൻ്റെ നീളവും വീതിയും തന്നിട്ടുണ്ട്. നീളം 2 മീറ്റർ, വീതി 1 മീറ്റർ. അപ്പോൾ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം നമുക്കങ്ങ് കുറയ്ക്കണം. ചുമര് ചെയ്യുന്നതാണ് ചോദിച്ചേക്കുന്നത്, പെയിൻറ് ചെയ്യുന്നത്. അതായത് നീളം 5.5 മീറ്റർ, വീതി 4.25 മീറ്റർ. അപ്പോൾ നീളം ഗുണം വീതിയാണല്ലോ വിസ്തീർണം. ആകെയുള്ള വിസ്തീർണത്തിൽ നിന്ന് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം അങ്ങ് കുറച്ചാൽ മതി. അന്നേരം നമുക്ക് ഈ ചുവര്, ഈ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം, ചുവര് പെയിൻറ് ചെയ്യേണ്ട ഭാഗം അത് കിട്ടും. അതായത് നീളം ഗുണം വീതി 5.5 ഗുണം 4.25 മൈനസ് ഈ ഡോറിൻ്റെ അങ്ങ് കുറയ്ക്കണം 2 ഗുണം 1. അതായത് 23.375 കിട്ടും. ഇത് -2. അതായത് 21.375 ചതുരശ്ര മീറ്ററാണ് ചുവര്. ആ ഡോറിൻ്റെ അത് കുറയ്ക്കണം. അതായത് 1 ചതുരശ്ര മീറ്ററിന് 24 രൂപയാണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 21.375 ചതുരശ്ര മീറ്ററിന് കാണാൻ 1 ചതുരശ്ര മീറ്ററിന് എത്രയാണെങ്കിൽ ഇത് കാണാൻ 21.375ൻ്റെ കൂടെ 24 ഗുണിക്കണം. അതായത് 513 രൂപ വരും. ഓപ്ഷൻ
ബി. ഇവിടെ 1/2/3 എങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യം 1 അങ്ങ് എഴുതുക, പിന്നെ എത്ര ഉണ്ടോ അതെല്ലാം കൂടെ അങ്ങ് ഇൻറ്റു ചെയ്ത് എഴുതിയാൽ മതി. അതായത് 1/6 കിട്ടും. അതുപോലെ തന്നെ 1/2/3/4 അങ്ങനെ വന്നാലും മുകളിൽ 1 അങ്ങ് ഇടുക, ബാക്കിയെല്ലാം അങ്ങ് താഴെ ഇൻറ്റു ചെയ്ത് എഴുതുക. അതായത് 1/24. ഇനി അതുപോലെ തന്നെ ഇവിടെ എത്ര ഇത് വന്നാലും ഈ മോഡൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ മതി. 1/2 × 3 × 4 × 5 ഇങ്ങനെ വരുമ്പോൾ നമ്മളെല്ലാം ഇൻറ്റു ചെയ്ത് നോക്കാൻ ഇത് 2ഉം 5ഉം കൂടെ ഒന്ന് ചെയ്യുക. 10 ഇനി 3ഉം 4ഉം കൂടെ ഒന്ന് ചെയ്യുക. 12 × 10 1/120 1/120 എന്ന് വരും. ഈ മോഡലിൽ വന്നാൽ ഇങ്ങനെ ചെയ്താൽ മതി. ജോസഫ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് 30 km/മണിക്കൂർ വേഗതയിലും തിരിച്ച് 120 km/മണിക്കൂർ വേഗതയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയ്ക്ക് 5 മണിക്കൂർ എടുക്കുന്നു എങ്കിൽ വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്കുള്ള ദൂരം എത്ര? ഇങ്ങനെ വന്നാൽ സ്പീഡ് എത്ര ആണ്? S1 എന്ന് പറയുന്നത് 30 km/h ഒരു വഴിക്കോട്ടുള്ളത്. S2 എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്പീഡ് 120 km/h. അതായത് ഇത് നമുക്ക് ദൂരം കാണാൻ എന്ത് ചെയ്യണം? 30 × 120/30 + 120 × 5. അതായത് 30 × 120/150 × 5. ഇത് 5 വെട്ടുമ്പോൾ ഒരു 30 വരും. 30 കട്ടായ നമ്മുടെ ഉത്തരം എത്ര വരും? 120 കിലോമീറ്ററാണ് ദൂരം. അതിൻ്റെ ഇക്വേഷൻ അങ്ങ് പഠിച്ചിരുന്നാൽ മതി. ഇങ്ങനെ 2 സ്പീഡ് തരിക, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്പീഡ് 2 സ്പീഡ് തരിക. അതിന് മൊത്തം എടുത്താൽ വീട്ടിൽ നിന്ന് ഓഫീസിലേക്കും തിരിച്ച് വീട്ടിലേക്കും എടുത്ത സമയം 5 മണിക്കൂർ. അതായത് ആ മോഡലിലുള്ള ചോദ്യം വന്നാൽ ഇങ്ങനെ ചെയ്താൽ മതി. ഡിസ്റ്റൻസ് ദൂരം കാണാൻ വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് എത്ര ദൂരം എന്ന് കാണാൻ 30 × 120/30 + 120 S1 + S2 × 5. അതായത് ഇത് ഉത്തരം 120 കിലോമീറ്ററാണ് ഉത്തരം. 2/3x + 1ൻ്റെ വില 65. അതായത് 2/3x ഇവിടെ ഇട്ടിട്ട് മറ്റേത് ഇപ്പുറം കൊണ്ടുവരിക, -1 64. 2/3xൻ്റെ വില 64. 2/3x നമുക്കറിയാം 8 64 അതായത് 2³ × 2³ ARM × ARM അല്ലെങ്കിൽ 64 എന്ന് പറയുന്നത് 2/6 എന്ന് അറിയാമെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാം. ARM × n അതായത് 2/6 വരും. ആകെ 2/3xൻ്റെ വില 2/6 ആയാൽ ഇവിടെ കൃത്യങ്ക നിയമം അനുസരിച്ച് ഇവിടെ ബേസ് രണ്ടും തുല്യമായാൽ പവേഴ്സ് തുല്യമാണ്. അതായത് 3xൻ്റെ വില 6, xൻ്റെ വില കൂടെ കിടക്കുന്ന 3 വെച്ച് വെച്ചു 2. x² വില നമുക്ക് ചോദിച്ചേക്കുന്നത് x² = 2² = 4. അതായത് ഒരിക്കൽ കൂടി പറയാം. 2/3x + 1ൻ്റെ വില 65. 2/3x = 65 1 കുറച്ചു 64. ഈ 64 നമുക്ക് 8 × 8 അല്ലെങ്കിൽ 2/6 ആണ്. 2/3 × 2³ ആണ്. അതായത് 2 മൊത്തം എത്ര തവണ വരും? 6 തവണ. 2/6. ഈ സ്റ്റെപ്പ് അറിയാമെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. 64 എന്ന് പറയുന്നത് 2/6 ആണ്. അപ്പോൾ 2/3x എന്ന് പറയുന്നത് 2/6 ആണ്. കൃത്യങ്ക നിയമം എക്സ്പോണൻഷ്യൽ തിയറി അനുസരിച്ച് ബേസ് തുല്യമായാൽ പവേഴ്സ് തുല്യമാണ്. അതായത് 3x എന്ന് പറയുന്നത് ഇവിടെ പവേഴ്സ് 3x ഉം 6ഉം ആണ്. ഇവിടെ ബേസ് രണ്ടും 2 ആയതുകൊണ്ട് തുല്യമാണ്. 3x 6 ആണെങ്കിൽ xൻ്റെ വില 2 വരും. 6/3. x² ആണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. x² = 2. 2ൻ്റെ സ്ക്വയർ x 2 ആണെങ്കിൽ x² 2² = 4. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. താങ്ക് യു.